നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ് അധികം ആളുകളും. ഷോർട്സ് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ വീഡിയോ ആണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിൽ എങ്ങനെ കൃത്യമായി ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളൊരു യൂട്യൂബർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അക്കൗണ്ടിനാണോ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇപ്പോൾ നേരത്തെ യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിരുന്നു നമ്മുടെ പ്രൊഫൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണുള്ളത്. ഇവിടെ നേരത്തെ ലൈബ്രറി എന്നുള്ള ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇവിടെ പ്രൊഫൈലാണ് കാണുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണെങ്കിൽ ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് യൂട്യൂബിൽ എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് സാധാരണ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. താഴെ കാണുന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഗാലറി ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഏറ്റവും വലത് ഭാഗത്തുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം. അതിനുശേഷം ഇവിടെ ക്യാപ്ഷൻ എന്താണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സെലക്ട് ഓഡിയൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യെസ് ഇറ്റ് ഈസ് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനും, രണ്ടാമത് നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനും. ഇത് കുട്ടികൾക്കുള്ള വീഡിയോ ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് മാഡ് ഫോർ കിഡ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ആണെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ പേയ്മെൻറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. കുട്ടികൾക്കുള്ള വീഡിയോയിലാണെങ്കിൽ ഒരുപാട് റൂൾസുകൾ അധികം നിങ്ങൾക്കുണ്ടാകും. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ക്യാപ്ഷനൊക്കെ ടൈപ്പ് ചെയ്ത് അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഷോർട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും കമൻറ്റുകൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഹോൾഡ് പെനാൽറ്റീസ് ഇംപ്രൈറ്റ് കമൻറ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അലോ ഓൾ കമൻറ്റ് എന്നാണെങ്കിൽ എല്ലാ കമൻറ്റ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ആർക്കും നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിസേബിൾ കമൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് കമൻറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇത് ഷോർട്ട് വീഡിയോൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ശേഷം അപ്ലോഡ് ഷോർട്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, വീഡിയോ അപ്ലോഡ് ആകും. ഇനി സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ഈ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഇവിടെ ഈ പബ്ലിക് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അൺലിസ്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഇത് അപ്ലോഡിങ് പൂർത്തിയാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് ആകും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അൺലിസ്റ്റിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ്സുകൾ നമുക്ക് ഡിസേബിൾ ചെയ്യാനും ഹോൾഡ് ചെയ്യാനൊക്കെയുള്ള ഫീച്ചറുകളുണ്ട്. അതിനുശേഷം ടൈറ്റിലൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തമ്പനയിൽ ഉണ്ടെങ്കിൽ ആ തമ്പനയിൽ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനോട് ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ടെക്സ്റ്റ് മീ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഗെറ്റ് കോഡ് കൊടുത്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് വെരിഫൈ ആകും. അതിനുശേഷം നിങ്ങൾക്ക് തമ്പനയിലുകൾ ഇവിടെ വെച്ച് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യെസ് ഇറ്റ് ഈസ് മാഡ് ഫോർ കിഡ്സ് എന്നും നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. നോ ഇറ്റ് ഈസ് നോട്ട് മാഡ് ഫോർ കിഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പബ്ലിക് ആക്കുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോ അപ്ലോഡായി പൂർത്തിയായതിനു ശേഷം ഇതിനുള്ള ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ അൺലിസ്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള പബ്ലിഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ വീഡിയോ ആ സമയത്ത് അങ്ങ് പബ്ലിഷ് ആകും. നേരത്തെ പബ്ലിഷ് ചെയ്യാതെ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ പൂർത്തിയായി കൃത്യമാണെന്ന് ഉറപ്പാക്കി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.